ഹലോ. അങ്ങനെ T20 വേൾഡ് കപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഫൈനലിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ഇന്ത്യ വേൾഡ് കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പം കുറച്ച് സഞ്ജു സാംസൺ ഫാൻസിനെങ്കിലും ദേഷ്യം കൊള്ളിച്ചേക്കാം, അല്ലെങ്കിൽ എനിക്കെതിരെ പലതും പറഞ്ഞേക്കാം. പക്ഷേ ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പം അതായത് ഇന്നലെ കപ്പ് അടിച്ച സമയം മുതൽ കുറച്ചേറെ ട്രോളുകൾ സോഷ്യൽ മീഡിയകളെല്ലാം കാണുന്നുണ്ട്. സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ മോശം ക്യാപ്റ്റനാണ്, അല്ലെങ്കിൽ 0 കിൽസ് ബട്ട് ബ്രോ ഹാവ് എ നൈസ് ചിക്കൻ ഡിന്നർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പോസ്റ്റ് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പം ശരിക്കും സൂര്യകുമാർ യാദവ് ഒരു മോശം ക്യാപ്റ്റനാണോ, അല്ലെങ്കിൽ ഒരു മോശം മനുഷ്യനാണോ? ഇപ്പം നമുക്കറിയാം, സഞ്ജുവിനെ കളിപ്പിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പം പുള്ളി സംസാരിച്ച ആ രീതി, അത് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ എന്നുള്ള രീതിയിലോ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ഐ അഗ്രി ടു ദാറ്റ്. അപ്പം എനിക്ക് തോന്നുന്ന ആ ഒരു പോയിന്റ് മുതലാണ് പുള്ളിക്ക് കുറച്ചേറെ രീതിയിലുള്ളൊരു അറ്റാക്ക് കണ്ടു തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞുള്ള കളി, അതിന് ശേഷമുള്ള കളികൾ സഞ്ജുവിന് ചാൻസ് കിട്ടുകയും സഞ്ജു പെർഫോം ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അല്ലെങ്കിൽ പ്ലെയർ എന്ന നിലയിൽ വളരെ നല്ല രീതിയിലാണ് പുള്ളിയോടുള്ള സഞ്ജുവിനുള്ള പെരുമാറ്റം എന്നുള്ളത് നമുക്ക് ടി വികളൊക്കെ കാണാൻ സാധിച്ചൊരു കാര്യമാണ്. അപ്പം അതെല്ലാം ആ ഒരു സൈഡിൽ നിൽക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇന്ത്യയുടെ വേൾഡ് കപ്പിലെ ആദ്യത്തെ കളി ഓർക്കുന്നുണ്ടോ? ഇന്ത്യ വേഴ്സസ് USA. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഫയർ ചെയ്യാണ്ടിരുന്ന ഒരു സമയത്ത് ഈ പുള്ളിയാണ് അവസാനം വരെ നിന്ന് ഇന്ത്യയെ മാന്യമായിട്ടൊരു സ്കോറിലേക്ക് എത്തിച്ചത്. അപ്പം ഒരു ഓപ്പണിംഗ് ഗെയിം എന്ന രീതിയിൽ ചിലപ്പം ഈ പുള്ളി അവിടെ ഫെയിൽ ആയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ആദ്യത്തെ കളി തന്നെ തോൽവി അറിഞ്ഞാണ്. അപ്പം അങ്ങനെയുള്ളൊരു തോൽവി ചിലപ്പം വളരെ ഞെട്ടിക്കുന്ന രീതിയിലൊരു തോൽവി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടീമിനോട് അല്ലെങ്കിൽ USA പോലുള്ള ടീമിനോട് തോറ്റിരുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ഈ ഒരു ക്യാമ്പയിന് ഇങ്ങനെ രീതിയിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സമയത്ത് പുള്ളി ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു പ്ലെയർ എന്ന രീതിയിൽ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് ടീമിനെ മൊത്തം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം അത് കഴിഞ്ഞുള്ള മുന്നോട്ടുള്ള കളികളിൽ പല രീതിയിലുള്ള പലരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു പുള്ളിക്കും അങ്ങനെ ഒരു പെർഫോമൻസിലേക്ക് വീണ്ടും എത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടി വളരെ മാന്യമായിട്ടൊരു സീസൺ തന്നെ അല്ലെങ്കിൽ ടൂർണമെൻറ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ടോപ്പ് 10 റൺ ഗെറ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ഈ വേൾഡ് കപ്പിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ടോപ്പ് 10 തന്നെയുണ്ട്. അതൊരു 10th പ്ലേസിലാണ് പുള്ളി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 സംതിങ് റൺസ് ഏതാണ്ട് പുള്ളിയുടെ ടോട്ടൽ ഈ ഒരു ക്യാമ്പയിനിൽ നിന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ നിന്ന് ടോപ്പ് 10 വന്നതിൽ ആകെ 3 പേരേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു പെർഫോമൻസിൻ്റെ മൂല്യം നിങ്ങൾ അറിയുന്നത്. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു. 2, ഇഷാൻ കിഷൻ. പിന്നെ മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ്. അത് കഴിഞ്ഞാണ് ശിവൻ ദൂബെ വരുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഒരു പ്ലെയർ എന്ന രീതിയിൽ അത്രയും ഒരു പരാജയമല്ല ഈ ഒരു ടൂർണമെൻറ്റ് വന്നത്. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലൊരു പുള്ളിയുടെ ഗ്രാഫ് നോക്കുമ്പോൾ ചില കളികളിൽ ഐ അഗ്രി, പുള്ളി എന്ത് ഡിസിഷൻ എടുക്കണം, എവിടെ ഫീൽഡ് പ്ലേസ് ചെയ്യണമെന്ന് പോലും അറിയാണ്ട് ഒരു അന്തം വെട്ടുന്നൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സെമിയിൽ വരുൺ ചക്രവർത്തിക്കിട്ട് ബാക്ക് ടു ബാക്ക് അടി കിട്ടുന്ന സമയത്ത് പുള്ളി വെറും കൂളായിട്ട് നിന്ന് ചൂയിങ്കോ ചവച്ച് ഒരു സൈഡിലേക്ക് നോക്കി ഒരു ചിരിയും പാസ്സാക്കി നിന്നല്ലാണ്ട് ബോളറിൻ്റെ അടുത്ത് പോയി കുറച്ചെങ്കിലും ഒരു ആത്മവിശ്വാസം കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് കൊടുക്കുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. ആ സമയത്ത് നമ്മുടെ സഞ്ജു വേണം പോയി വരുണോട് സംസാരിച്ച് സ്ലോയിൽ ബോൾ ചെയ്യാൻ പറഞ്ഞ് കുറച്ച് ആ ഒരു ഒറ്റ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കണ്ടതാണ് ബട്ട്ലറിൻ്റെ വിക്കറ്റ് വരുന്നത്. അപ്പം ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പുള്ളി കംപ്ലീറ്റ്ലി ഒരു പരാജയമല്ല, പക്ഷേ ലോട്ട് ഓഫ് സ്പേസ് ടു ബി ഇംപ്രൂവ്ഡ്. അപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത്രയും ഈ ഒരു രീതിയിലേക്ക് ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകേണ്ട ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്ലെയർ അല്ല, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ അല്ല പുള്ളി. ഇപ്പം അസ് ഓഫ് നൗ പുള്ളി വേൾഡ് കപ്പ് വിൻ ചെയ്ത ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. പുള്ളിക്ക് കിട്ടിയ ഒരു ബഞ്ച് ഓഫ് ടാലൻസിനെ പുള്ളി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതിനെ നമ്മൾ കണ്ടതാണ്. അപ്പം എല്ലാവർക്കും ഒരു ബാഡ് ടൈം ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ചിലപ്പോൾ പുള്ളിക്ക് ഒരു ബാഡ് ഫേസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആകെ ഒരു കളിയാണ് ഈ ഇടയ്ക്ക് തോറ്റത്, പിന്നെ ഇന്ത്യ കപ്പ് നേടി. അപ്പം എങ്ങനെയാണ് നമുക്ക് പുള്ളി ഒരു മോശം ക്യാപ്റ്റൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു മോശം പ്ലെയർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.